ലോകം മാറും. ബിക്കോസ് ദിസ് ഇസ് ദ ബെസ്റ്റ് വേ ടു ലിവ്. ലോകം നിലവിൽ മാറിയല്ലോ പെങ്ങളെ. ഇനി എന്താണ്, ഏത് മാറ്റത്തിനാണ് വിധേയപ്പെടാൻ പോകുന്നത്? നിലവിൽ ഇപ്പൊ ലോകം മാറിയതിന്റെ ഏറ്റവും വലിയ അടയാളമാണ് 10 കൊല്ലം മുമ്പ് നമ്മൾ കേൾക്കാത്ത വാർത്തയാണല്ലോ. 20 വയസ്സ് തികയാത്ത കുട്ടി ഒരു കുടുംബത്തിന് 5 പേരെ ചുറ്റിക കൊണ്ട് നിഷ്ഠൂരമായി അടിച്ചു കൊലപ്പെടുത്തുന്നു. MDMA ലഹരിയിൽ ഗർഭം ചുമന്ന ക്യാൻസർ രോഗിയായിരുന്ന സ്വന്തം മാതാവിനെ മകൻ വെട്ടിക്കൊലപ്പെടുത്തുന്നു. സ്വന്തം പിതാവിനാൽ മകൾ ഗർഭിണിയാകുന്നു. അപ്പൊ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പറയും, അങ്ങനെ ഉപദ്രവിക്കുന്നവരും കൊല്ലുന്നവരും ഒക്കെ വിശ്വാസികളില്ലേ? വിശ്വാസികൾ ഒരാളും അതിനകത്തില്ല. വിശ്വാസികളുടെ പേര് സ്വീകരിച്ചവർ, ഏതെങ്കിലും മതത്തിന്റെ പേര് സ്വീകരിച്ചവരുണ്ടാകും, അവർ വിശ്വാസികളല്ല. കാരണം വിശ്വാസത്തിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആദർശത്തെ നെഞ്ചേറ്റുകയും പൂർണ്ണാർത്ഥത്തിൽ അതിനെ അനുധാവനം ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന ആളാണ്. ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമല്ല, മുഴുവൻ പാർട്ടുകളെയും, എല്ലാ നന്മകളെയും അനുധാവനം ചെയ്യുകയും തിന്മകളെ നിരാകരിക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നുള്ളത്. അപ്പൊ സത്യത്തിൽ അവനിൽ വിശ്വാസം കുറയുന്നത് കൊണ്ട് ദൈവമില്ല, എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല, എനിക്കിവിടെ ഒരേ ഒരു ജീവിതമേ ഉള്ളൂ, ഇനി മരണാനന്തരം ഒരു ജീവിതമില്ല, ഈ ഭൂമിയിൽ ആകെ ഉള്ളൊരു ജീവിതം, എന്തെല്ലാം ആസ്വദിക്കാൻ പറ്റുമോ അതെല്ലാം ആസ്വദിക്കണം. അത് MDMA ആയാലും മദ്യമായാലും മയക്കുമരുന്നാലും ആസ്വദിക്കണം. ഈ ആസ്വാദനവും അനുഭൂതിയൊക്കെ അവൻ അനുഭവിച്ചതിന് ശേഷം അവന്റെ മസ്തിഷ്കം അവനോട് എന്താണോ പറയുന്നത് ആ സമയത്ത്, അത് തല്ലാനാണെങ്കിൽ തല്ലാൻ, കൊല്ലാനാണെങ്കിൽ കൊല്ലാൻ അവൻ ചെയ്യും. അവൻ എന്തുകൊണ്ട് ചെയ്യുന്നു വെച്ചാൽ അവനിൽ വീണ്ടും വിചാരമില്ലാതായി പോയി. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ തെറ്റാണ്, തിന്മയാണ്, ഇതൊക്കെ നാളെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളൊരു ബോധം അവൻ ഇല്ലാതായി പോയി. അങ്ങനെയുള്ള മനുഷ്യർക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? നിങ്ങളുടെ കാഴ്ചപ്പാടിൽ, വ്യക്തിപരമായിട്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരി ചോദിക്കുകയാണ്, നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിയമപരം, ഇപ്പൊ ഈ രാജ്യത്ത് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്, ആ നിയമമില്ലായിരുന്നു എങ്കിൽ നിങ്ങളുടെ യുക്തിബോധം ഉപയോഗിച്ച് ഇതൊക്കെ തെറ്റാണ് നിങ്ങൾ എങ്ങനെ പറയും? ഇപ്പം സിന്തറ്റിക് ലഹരി, രാസലഹരി, അതൊരു വ്യക്തിയെയും സമൂഹത്തെയും ഇല്ലാതാക്കുന്നുകൊണ്ടാണ് അത് ചെയ്യാൻ പാടില്ല, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ പറയുന്നത്. എന്നാൽ ഒരാളുടെ സ്വകാര്യതയിൽ, ഒരു പ്രൈവറ്റ് സ്പേസിൽ ഈ സാധനം ഒരാളുടെ കൈ കിട്ടി, ഈ സംസാരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങൾ അവിടെ ഇരിക്കുകയാണ്. അപ്പൊ പോലീസും മറ്റുള്ള കാര്യങ്ങളും ഒരു സംവിധാനവും അവനെ പൂട്ടാനില്ല, വളരെ അവന്റെ പ്രൈവറ്റ് സ്പേസിലാണ്. നിങ്ങൾ അവരോട് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങളുടെ ഏത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ, ഏത് ധാർമ്മിക ചിന്ത കൊണ്ട് പറയും? എങ്ങനെ പറയും ഇത് തെറ്റാണ്? നിങ്ങൾ എങ്ങനെ പറയും? നിന്റെ ശരീരത്തിന് കേടുവരുത്തുന്നൊക്കെ എല്ലാം അതിന്റെ അപ്പുറത്തേക്ക് വല്ലതും പറയാൻ പറ്റുമോ? അവനിക്ക് അങ്ങനത്തെ ഒരു പേടിയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അവനോട് ഏത് അടിസ്ഥാനത്തിലാണ് ഇത് തിന്മയാണ്, ഇത് തിന്മയാണ് നിങ്ങൾ എങ്ങനെ പറയും? കാരണം ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഈ ജീവിതത്തിൽ എന്തെല്ലാം ആസ്വദിക്കാം അതൊക്കെ ആസ്വദിക്കണം. ഇത് തിന്മയാണെന്ന്, ഇത് തെറ്റാണ് നിങ്ങൾ എങ്ങനെ പറഞ്ഞു? എന്നാൽ 33 വയസ്സുണ്ടെങ്കിൽ ഒരു ലഹരിയും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എന്റെ വിശ്വാസം എന്നിൽ തീർത്ത പരിവർത്തനമാണ്. എനിക്ക് ഈ ജീവിതം മാത്രമല്ല, ഈ ജീവിതത്തിന് ശേഷം ഒരു മരണാനന്തര ജീവിതമുണ്ട്. ഇതൊരു പരീക്ഷണ ജീവിതമാണെന്നും ഇതിന്റെ റിസൾട്ട് നാളെ മരണാനന്തരമാണെന്നും അവിടെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും. ദൈവം കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുകയും വിരോധിച്ച കാര്യങ്ങളെ വിടുകയും വേണമല്ലോ. എന്തുകൊണ്ട് അവൻ ലഹരി പദാർത്ഥങ്ങളെ വിരോധിച്ചു, നീ എന്തുകൊണ്ട് അത് ഒഴിവാക്കിയില്ല എന്നുള്ള ചോദ്യത്തെ ഭയപ്പെട്ടിട്ട് ഞാൻ ചെയ്യാത്തതാണ്. അത് എന്നിൽ തീർക്കുന്ന നല്ല ഗുണമല്ലേ, എന്റെ വിശ്വാസം കൊണ്ട് എനിക്ക് കിട്ടിയതല്ലേ. അതുകൊണ്ട് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്താണ്? ഞാൻ എന്ന് പറയുന്ന വ്യക്തി അനുസരിച്ചില്ല, എന്നെ കൊണ്ട് സമൂഹത്തിന് ദ്രോഹവും ഇല്ല. ഇവിടെ പിന്നെ എന്താണ് പ്രശ്നം? ആ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, ദൈവം, ആ ഒരു സോഫ്റ്റ്വെയർ എടുത്തു കളഞ്ഞാൽ ഭയങ്കര സുഖം ജീവിക്കും. ഇറ്റ്സ് വെരി നൈസ്, വെരി പ്ലസന്റ്, ബിക്കോസ് യു ഹാവ് ദ ഫ്രീഡം. ഫ്രീഡം എന്താണെന്ന് അറിയണമെങ്കിൽ അതിനുശേഷമാണ് നമ്മൾ അറിയാം ഫ്രീഡം. അത് കുറെ കാലം അത് ആചരിച്ചു വന്നവർക്ക് അതൊന്ന് മാറുമ്പോൾ ഒരു ഫ്രീഡം ഉണ്ട്. ജസ്റ്റ് ട്രൈ ദാറ്റ് വൺസ്. ആരെയും പേടിക്കാതെ കാര്യങ്ങൾ. നല്ല ഫ്രീഡം കിട്ടും, ആരെയും ബോധിപ്പിക്കണ്ട, ഒരാളോടും കെട്ടുപാടും ചുറ്റുപാടുകളൊന്നുമില്ല. ഓക്കെ, ശരി ശരി ശരി, ഞാൻ അംഗീകരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഞാൻ ഈ വിശ്വാസത്തെ ഉപേക്ഷിച്ചെന്ന് വിചാരിക്കാം. ഉപേക്ഷിച്ചു കഴിഞ്ഞ് എന്റെ ജീവിതത്തിന്റെ നല്ലൊരു കാലഘട്ടവും മതവിശ്വാസത്തിനെതിരെ നിങ്ങൾ ദൈവവിശ്വാസം ഒഴിവാക്കണം, അതാണ് ഫ്രീഡം, അതാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചു നടന്നു. ഒരു 50 കൊല്ലം ഞാൻ പ്രസംഗിച്ചു നടന്നു. സമൂഹത്തിന് എന്തായിരിക്കും ഗുണം? എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചാൽ അറിയോ? ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയും എന്റെ പോക്കറ്റിൽ പൈസ വീണു, കുറെ ആളുകൾ ശ്രോതാക്കളായിട്ടിരുന്നു, ആർക്കും ഒരു തരത്തിലുള്ള ഗുണമില്ല. വിശ്വാസി അല്ലാത്തത് കൊണ്ട് സമൂഹത്തിന് ഒരു ഗുണം ഉണ്ടായില്ല. പക്ഷെ ഞാൻ ഒരാളെ കണ്ടു, ഒരു വിശ്വാസിയെ. നോക്കൂ നിങ്ങൾ, ജീവിതത്തിൽ എത്തിപ്പെടാവുന്ന ലക്ഷറി ലൈഫ് അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണല്ലോ അങ്ങ്. പക്ഷേ തട്ടുകട പൊളിച്ചു മാറ്റപ്പെട്ട അമ്മയുടെ വേദന, അഗതികളുടെ നൊമ്പരങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളിലും സഹായഹസ്തമായി അങ്ങ് എത്താറുണ്ട്. എങ്ങനെയാണ് പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയം കണ്ടെത്തുന്നത്? നിങ്ങൾ മതത്തെക്കുറിച്ച് പഠിക്കുക. മതം പറയുന്നു, നീ സമ്പാദിക്കുന്നതിൽ 2.5% പാവപ്പെട്ടവൻ്റെതാണ്. നീ 100 ഉറുപ്പിക സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1,00,000 ഉറുപ്പിക നീ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊല്ലം, അതിന്റെ 2.5% നീ പാവപ്പെട്ടവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇത് വൈറ്റ് മണി ആവില്ല. ഇദ്ദേഹം ഒരു മുസൽമാനാണ് കേട്ടോ. ഇദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന അദ്ദേഹത്തിന്റെ മാനിഫെസ്റ്റോയായ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആന്റെ കൽപ്പനകളെയാണ് അദ്ദേഹം അനുധാവനം ചെയ്യുകയും സമൂഹത്തോട് പറയുകയും ചെയ്തത്. എന്താ പറഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്.
ഒരാള് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന പണത്തിന്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കണം. നിങ്ങളുടെ ഏത് ധാർമ്മിക സിദ്ധാന്തത്തിലാണ് ഇതുള്ളത്? നിങ്ങൾ ഏത് യുക്തിബോധത്തിലാണ് ഇത് ചെയ്യണമെന്നുള്ളത്? ഇതൊരു മതവിശ്വാസിയായതിന്റെ ഗുണമല്ലേ? അദ്ദേഹം വിശ്വാസിയായതുകൊണ്ട് സമൂഹത്തിന് കിട്ടിയ ഗുണമല്ലേ? യൂസുഫ് അലി സാറ് നല്ലൊരു വിശ്വാസിയായതുകൊണ്ട് സമൂഹത്തിന് കിട്ടിയ ഗുണമല്ലേ? അപ്പൊ അയാൾ വിശ്വാസിയാകുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദ്ദേഹം ഇതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുകയും ഇതാണ് ഫ്രീഡം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇതിലെന്തെങ്കിലും കുറ്റമുണ്ടോ? എന്ന് മാത്രമല്ല, ഞാൻ പിന്നെയും മുന്നോട്ട് നോക്കിയപ്പോൾ വേറൊരാളെ കൂടെ കണ്ടു. ബോക്സിംഗിൽ തന്റെ എതിരാളിയെ 2-3 പഞ്ചുകൊണ്ട് ഇടിച്ചു നിരത്തുന്ന യേശുക്കളെ കറുത്തവർഗക്കാർ അനുഭവിച്ച പീഡനത്തിന്റെ പേരിൽ പഠിച്ചും മനസ്സിലാക്കിയും തനിക്ക് ലഭിച്ച അവാർഡുകളെ സാഗരത്തിലേക്ക് വലിച്ചെറിഞ്ഞ യേശുക്കളെ ചരിത്രത്തിൽ മുഹമ്മദ് അലിക്കായി മാറി. മുഹമ്മദ് അലിക്കളെ പറയാറുണ്ട്, ഞാൻ പുകവലിക്കാറില്ല, പക്ഷെ എന്റെ കയ്യിൽ എപ്പോഴും ഒരു തീപ്പെട്ടിയുണ്ട്. ആ തീപ്പെട്ടി ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എനിക്ക് ദുഷിച്ച ചിന്തകൾ വരുമ്പോ, ഹറാമുകളുടെ ചിന്തകൾ വരുമ്പോ, അന്ന് വിലക്കിയ ചിന്തകൾ വരുമ്പോ, അന്ന് വെച്ച അതിർവരമ്പുകളെ ലംഘിക്കാൻ എനിക്ക് തോന്നുന്നു. ഞാൻ ആ തീപ്പെട്ടി ഓപ്പൺ ചെയ്യും, അതിൽ നിന്നൊരു തീപ്പെട്ടി കൊള്ളിയെടുക്കും, എന്നിട്ട് ഞാൻ അതൊന്ന് ഒരതി കത്തിക്കും, എന്നിട്ട് ഞാൻ എന്റെ ഉള്ളം കൈയിൽ ഇങ്ങനെ വെക്കും, എന്നിട്ട് ഞാൻ എന്റെ കൈവരിക്കും, എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കും, ഒരു തീപ്പെട്ടി കൊള്ളിയിലെ ഇത്തിരി വരുന്ന തീ സഹിക്കാനാവാത്ത നീയാണോ രാജകൊട്ടാരങ്ങൾ കണക്കെ തീപ്പരിയുള്ള നരകം, മഞ്ഞ ഒട്ടകക്കൂട്ടങ്ങൾ ഛിന്ന ഭിന്നമാകുന്ന നരകം, ആ നരകത്തിന്റെ ചൂട് സഹിക്കുന്ന ഒരൊറ്റ പഞ്ചിന് എതിരാളികളെ അടിച്ചമർത്തുന്ന, ഇടിച്ചു വീഴ്ത്തുന്ന വ്യക്തിയാണ്. ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീർത്ത പരിവർത്തനം കൊണ്ട് ഈയല് പോലെ വിറക്കുന്ന, ഒറ്റക്കിരുന്ന് കരയുന്ന, സങ്കടപ്പെടുന്ന, ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കുന്ന ഒരു മനുഷ്യനായി ആ വ്യക്തി മാറി എന്നുള്ളത് ഇപ്പം അദ്ദേഹം അനുഭവിക്കുന്നതല്ലേ യഥാർത്ഥ ഫ്രീഡം എന്നുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അദ്ദേഹത്തിന്റെ വിശ്വാസം കൊണ്ട് അദ്ദേഹം സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായല്ലേ മാറിയത്? ഇവിടെ എന്താ ഇപ്പൊ പ്രശ്നം എന്താണ്? ഇനി ഒന്നുകൂടി, ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് അയാൾ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അയാൾക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു പശ്ചാത്തലം തോന്നും? തെറ്റെന്ന് പറയുന്ന സാധനം യുക്തിവാദത്തിൽ ഇല്ലല്ലോ. അവർക്ക് ഭരണഘടനാപരമായ തെറ്റും നിയമ വാഴ്ചയ്ക്ക് എതിരായി ചെയ്യുന്ന തെറ്റും മാത്രമേ തെറ്റുള്ളൂ. അല്ല എന്ത് തെറ്റ് ശരിയില്ല. എന്നാൽ ഞാൻ ഒരു വ്യക്തിയെ കാണിച്ചു തരട്ടെ. നോക്കൂ, നിങ്ങൾ എന്തിനായിരിക്കും ഈ മനുഷ്യൻ കരയുന്നത്? എന്തിനാ കരയുന്നത്? ഒറ്റക്കിരുന്ന് ഇങ്ങനെ ഈ മനുഷ്യൻ എന്തിനാ കരയുന്നത്? നോക്ക്, ഈ ചെറുപ്പക്കാരൻ എന്തിനായിരിക്കും കരയുന്നത്? ഒരു യുവാവാണല്ലോ, 10-30 വയസ്സേ ഉണ്ടാവുള്ളൂ. എന്തിനായിരിക്കും കരയുന്നത്? അതായത് തന്റെ ഭൂതകാലത്തിൽ താൻ ചെയ്തു പോയ തെറ്റ്, അവന്റെ വിശ്വാസപ്രകാരം അവൻ ചെയ്ത തെറ്റുണ്ട്. എന്തൊക്കെയാണ് ആ തെറ്റ്? ഉദാഹരണം, അത് കൊലപാതകമോ കള്ളുകൂടിയോ വിചാരം മാത്രമല്ല, തന്റെ നോട്ടം കൊണ്ട് പോലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അതവൻ ചെയ്യുന്ന തെറ്റാണ്. വാക്കുകൊണ്ട് പാടില്ല, നോക്കുകൊണ്ട് പാടില്ല, ആറ്റിറ്റ്യൂഡ് കൊണ്ട് പാടില്ല, അംബിഷൻസ് കൊണ്ട് പാടില്ല. അങ്ങനെ ചെയ്തു പോയ തെറ്റ് എന്നെ സൃഷ്ടിച്ച ഉടയ തമ്പുരാന്റെ മുന്നിൽ ഞാൻ കണക്ക് പറയേണ്ടി വരും എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ കണ്ണ് നനഞ്ഞു പോകുന്നത്. ഒരു യുക്തിവാദിക്ക് അങ്ങനത്തെ വീണ്ടും വിചാരം ഉണ്ടാവും. പിന്നെ എന്താണ് നിങ്ങൾ പറയുന്ന ഫ്രീഡം? എന്ത് തോന്നിവാസം ചെയ്യാനുള്ള ഫ്രീഡമോ? ആ ഫ്രീഡം ദയവ് ചെയ്ത് നമുക്ക് വേണ്ട. ഒരു നന്മയും ചെയ്യാത്ത, ഒരു നന്മയും പ്രേരിപ്പിക്കാത്ത, സമൂഹത്തിന് ഒരു ഗുണമില്ലാത്ത ഈ വിശ്വാസരാഹിത്യം കൊണ്ട് സമൂഹത്തിന് ഒരു തരത്തിലുള്ള നേട്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഫ്രീഡത്തിലേക്ക് നടക്കാനല്ല ആഗ്രഹിക്കുന്നത്. മറിച്ച് എന്നിൽ ഒരു വിശ്വാസം ഉണ്ടാവുകയും ആ വിശ്വാസം കൊണ്ട് നന്മ ചെയ്യുകയും നന്മ കൽപ്പിക്കുകയും അതുവഴി കിട്ടുന്ന മാനസികമായ ഒരു ആനന്ദം ഉണ്ടല്ലോ, ഒരു പ്രതീക്ഷയുള്ള ജീവിതം. ഞാൻ ഈ ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ എനിക്ക് പ്രതിഫലം കിട്ടുമെന്നുള്ള ആ ഒരു സന്തോഷം, ആ സന്തോഷം കൊണ്ട് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകും? സ്വന്തം മാതാപിതാക്കൾക്ക് പരിചരണം നടത്താനുള്ള ആ ഒരു കാഴ്ചപ്പാട് എനിക്കുണ്ടാകും. സഹജീവിയെ സ്നേഹിക്കാൻ തോന്നും. ഞാൻ അധ്വാനിച്ചതിൽ നിന്ന് ഒരു വിഹിതം മറ്റുള്ളവർക്ക് കൊടുക്കാൻ എൻ്റെ മനസ്സിൽ അത്തരം വിശ്വാസം കൊണ്ട് പ്രേരകമാകും. ഈ കിട്ടുന്ന ഫ്രീഡമാണ് യഥാർത്ഥത്തിൽ എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഫ്രീഡം. മറ്റൊന്നും എന്നെ ആസ്വദിപ്പിക്കുന്നതല്ല, എൻ്റെ കാലവും എൻ്റെ ജീവിതവും നശിപ്പിച്ച് കളയുന്നതെന്നുള്ളതാണ് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായത്.